നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെ TCV നടത്തുന്ന യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പാവർട്ടി ഗ്രാമപഞ്ചായത്തിലാണ്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ചാവക്കാട് താലൂക്കിൽ മുല്ലശ്ശേരി ബ്ലോക്കിലാണ് പാവർട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 9 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡുകളാണുള്ളത്. അതായത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം UDFൻ്റെ കുത്തക പഞ്ചായത്തായിരുന്ന പാവർട്ടി ഗ്രാമപഞ്ചായത്ത് ഇത്തവണ സ്വതന്ത്രയ്ക്ക് പിന്തുണ നൽകിയതോടുകൂടി LDFൻ്റെ ഭരണ നേതൃത്വമാണുള്ളത്. ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് പാവർട്ടി. മുന്നണി മാറ്റമടക്കം ഏറെ ചർച്ചയായ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 5 LDF പ്രതിനിധികളും 5 UDF പ്രതിനിധികളും 2 BJP പ്രതിനിധിയും 2 SDPI പ്രവർത്തകരും മുന്നണിയാണ് ഉള്ളത്. എന്തായാലും ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പേരുകേട്ട ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ സ്വതന്ത്രയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് LDF ആണ് ഭരണ നേതൃത്വം കൈയാളുന്നത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാവേണ്ടതുണ്ട്. എന്തായാലും ചർച്ചയിലേക്ക്. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വതന്ത്ര കൂടിയാണ്. LDFൻ്റെ പിന്തുണയിൽ ഭരണം നടത്തുകയാണ്. എന്തായാലും ശ്രീമതി MM റജീന, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ ജെറോം ബാബു, SDPIയുടെ പ്രതിനിധി ഹബീബ് പോക്കാക്കില്ലത്ത്, ഒപ്പം തന്നെ BJPയുടെ പ്രതിനിധി കൂടിയായ പഞ്ചായത്ത് അംഗം MT മണികണ്ഠൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. പ്രസിഡന്റ് ആദ്യമേ സൂചിപ്പിക്കുകയാണ്, സമയപരിമിതി കൊണ്ട് വേഗം തന്നെ ഒരു 5 മിനിറ്റിൽ ഇപ്പോൾ ഈ ഒരു 4.5 വർഷക്കാലമായി പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏതുവിധമായി, പഞ്ചായത്തിൻ്റെ നിലവിലെ ഒരു അവസ്ഥ എത്രത്തോളമാണ്? പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 15 മെമ്പർമാരാണുള്ളത്. അതിൽ 9 പ്രതിപക്ഷ അംഗങ്ങളും 6 LDFൻ്റെ മെമ്പർമാരാണ് ഉള്ളത്. അതിൽ ഇപ്പം 4-4.5 വർഷമായിട്ട് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലാണ് പാവർട്ടി സെൻറ്റർ വികസനം. അതോടൊപ്പം തന്നെ പാവർട്ടി പഞ്ചായത്ത് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു, അതിൽ നമുക്ക് മാറി നല്ലൊരു ബിൽഡിങ്ങിലേക്ക് തന്നെ നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ പൊതുകിണറുടെ നവീകരണം, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്ക് ഇതുവരെ നമുക്ക് MLA നമുക്കൊന്നും ഇത്രയധികം ഫണ്ട് നമുക്ക് പാവർട്ടി ഗ്രാമപഞ്ചായത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒട്ടനവധി ഫണ്ടുകളാണ് നമുക്ക് ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ബിൽഡിങ്ങിന് കംഫർട്ട് സ്റ്റേഷൻ അടക്കം, വനിതാ ക്യാൻറ്റീൻ അടക്കം നല്ലൊരു ബിൽഡിങ്ങിന് നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ 14 റോഡുകൾക്ക് MLA ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ വർക്കുകളും ടെൻഡറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കൂടാതെ നമുക്ക് മുഖ്യമന്ത്രിയുടെ 1000 കോടിയിൽ നിന്ന് 2 റോഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒട്ടനവധി ഫണ്ടുകൾ നമുക്ക് പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ ലഭിക്കാത്ത അത്രയും ഫണ്ടുകൾ നമുക്ക് MLA ആയാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് ആയാലും ഇപ്പോൾ നമുക്ക് MP ഒരു ഫണ്ട് 15 ലക്ഷത്തിൻ്റെ ശുചിമുറിക്ക് നമുക്ക് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് തീരദേശ പ്രദേശമാണ് നമ്മൾ പാവർട്ടി ഗ്രാമപഞ്ചായത്ത്, 6 വാർഡുകൾ തീരദേശത്താണ്. അപ്പോൾ നമുക്ക് CRZൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ 100 മീറ്റർ എന്നുള്ളത് 50 മീറ്ററായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിനി MCFകൾ 14 വാർഡുകൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MCF നമുക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഉടൻ തന്നെ അത് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും. നമുക്ക് ഏറ്റവും വലിയ നമുക്ക് ഒരു മൊബൈൽ ഒരു ശ്മശാനം നമുക്ക് പാവർട്ടി ഗ്രാമപഞ്ചായത്തിലില്ല. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ മറികടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ബദൽ സംവിധാനം നൽകി ഞങ്ങൾക്ക് 6 മാസം കൊണ്ടുള്ളൂ. ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കത് നിർബന്ധമായിട്ട് അത് ചെയ്യണമെന്ന് നമുക്കൊരു ആഗ്രഹമുള്ളത് കൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർ ഒറ്റക്കെട്ടായിരുന്നു തന്നെ മൊബൈൽ ക്രെമിറ്റോറിയം മേടിക്കാനുള്ള ഒരു 2 മാസത്തിനുള്ളിൽ നമുക്കത് സാധിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പൊതുകിണറുകളുടെ നവീകരണം, അത് പാവർട്ടി ബസ് സ്റ്റാൻഡൊക്കെ നമുക്കറിയാം, കുറേ കാലങ്ങളായിട്ട് അതിൽ ഒന്നും തൊടാതെ കിടന്നിരുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാവർട്ടി ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും നല്ല ടൗണായിട്ടുള്ള ഒരു അവാർഡ് മേടിച്ചെടുക്കാൻ സാധിച്ചു. 2023-24 മഹാത്മാ പുരസ്കാരം 86 പഞ്ചായത്തിൽ നിന്ന് പാവർട്ടി ഗ്രാമപഞ്ചായത്തിന് 2ാം സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ മാലിന്യമുക്ത കേരള പഞ്ചായത്തായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പാവർട്ടി സെൻറ്ററിൽ നമുക്ക് നോക്കാൻ അറിയാവുന്നതാണ്. ആദ്യത്തേൽ നിന്ന് വളരെ വ്യത്യസ്തമായ മാറ്റങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹരിത കർമ്മസേനക്കാർ 28 പേരുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ എല്ലാ വാർഡുകളിൽ നിന്നും ഈ കളക്ഷൻ ശേഖരിച്ച് ടൺ കണക്കിന് നമുക്ക് ഇവിടുന്ന് മാലിന്യം കയറ്റി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു എല്ലാ മെമ്പർമാർക്കും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇതുവരെ നമുക്ക് വാർഡിലൊരു വിഭജനം ചെയ്യാതെ തന്നെ ഒരു വിവേചനം കൂടാതെ തന്നെ നമ്മൾക്ക്
15 വാർഡുകൾക്കും നമ്മൾ ഈക്വലായി തന്നെ ഫണ്ടുകൾ വാർഡ് മെമ്പർമാർ പറയുന്ന റോഡായിക്കോട്ടെ, അതുപോലെ തന്നെ കാനകൾ, തോടുകൾ, ഏതൊക്കെയാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ അവർ പറയുന്നതനുസരിച്ചുള്ള ഫണ്ടുകൾ വെച്ചിട്ട് നമുക്ക് വർക്കുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുറേ വർക്കുകൾ ടെൻഡർ ആയിട്ടുണ്ട്, അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുവരെ നമുക്ക് പാവർട്ടി മീൻ മാർക്കറ്റ് ഒരു കൊല്ലങ്ങളായിട്ട് കിടക്കുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ തരിക അടിസ്ഥാനത്തിൽ നല്ലൊരു പദ്ധതി വെച്ചിട്ട് അതിൻ്റെ പണി ആരംഭിച്ച് വെച്ചിട്ടുണ്ട്. 2025-26 വർഷത്തോടു കൂടെ തന്നെ നല്ലൊരു മീൻ മാർക്കറ്റിൻ്റെ ആ ഒരു മോഡൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ കൂടാതെ തന്നെ കുടിവെള്ളം 2023-24 വർഷത്തിന് ശേഷം നമുക്ക് 50,000 ലിറ്റർ വെള്ളം നമുക്ക് കൊടുത്തിരുന്നു. അവിടെ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ഒട്ടനവധി വീടുകൾക്ക് ഇപ്പോൾ കുടിവെള്ളത്തിന് ഹൗസ് കണക്ഷൻ ഇല്ലാത്തൊരു വിഷയം മാത്രമല്ല, എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾക്ക് വെള്ളം എത്താത്ത ഭാഗങ്ങൾക്ക് നമ്മൾ ഇപ്രാവശ്യം 2025-26 ഒട്ടനവധി ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 20 വർഷമായി നമുക്കൊരു 9ാം വാർഡിൽ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ട് അവിടെ നമ്മൾ ആ വാർഡ് മെമ്പർ ഒരു ലെറ്റർ വെച്ച പ്രകാരം നമ്മളതിന് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അവർ വന്ന് അതിൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു നല്ലൊരു കുടിവെള്ള പദ്ധതി അവിടെ രൂപീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 8, 9, 10 വാർഡുകൾക്ക് ഇപ്പോൾ 50,000 ലിറ്റർ വെള്ളം കിട്ടുന്നിടത്ത് 2.5 ലക്ഷം ലിറ്റർ വെള്ളത്തിന് അപ്പുറം നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 11, 12 വാർഡുകളിൽ വളരെ മോശപ്പെട്ട വെള്ളമായിരുന്നു. അത് നമ്മൾ 2.5 ലക്ഷം രൂപ വെച്ച് നല്ലൊരു ഫിൽറ്റർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇനി 1ാം വാർഡിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നല്ലൊരു ഫണ്ട് 1ാം വാർഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. 1ഉം 2ഉം കുടിവെള്ള പദ്ധതികൾ. അതുപോലെ 5ാം വാർഡിൽ ഒരു കിണർ നമ്മൾ കുത്തിയിട്ടുണ്ട്. ആ കിണറിൽ നമ്മൾ 5ാം വാർഡിൽ നമ്മൾ ഹൗസ് കണക്ഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഫണ്ട് നമ്മൾ ഇപ്രാവശ്യം നല്ലൊരു ഫണ്ട് തന്നെ കുടിവെള്ളത്തിന് മാറ്റി വെച്ചിട്ടുണ്ട്. തീരദേശം നമുക്ക് ടൂറിസത്തിന് നല്ലൊരു ഫണ്ട് നമുക്ക് വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്കിൻ്റെ നമ്മൾ കുട്ടികളുടെ പാർക്ക് വരുന്നുണ്ട്. നീലാപ്പയത്ത് എന്നൊരു പദ്ധതിക്ക് നമ്മൾ ജില്ലാ പഞ്ചായത്ത് നല്ലൊരു വിഹിതം നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂട്ടിംഗ് ഫീസ് നമ്മൾ 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. അതിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചായത്ത് പൊതുകുളം നമുക്ക് കാലങ്ങളോളായിട്ട് ആ വഴിക്കൊന്നും നമുക്ക് ഒരു കല്ല് പോലും ഇടാൻ പറ്റാത്ത സ്ഥാനത്ത് ഇന്ന് ആധുനിക രീതിയിലുള്ള നല്ലൊരു അവിടെ ചെന്ന് നോക്കിയാൽ തന്നെ കാണാം നല്ലൊരു കിണർ നമുക്ക് നീന്തൽക്കുളം അവിടെ ജില്ലാ പഞ്ചായത്തും പാവർട്ടി ഗ്രാമപഞ്ചായത്ത് MGNREGസും കൂടെ സംയുക്തമായി നല്ലൊരു പൊതുകുളം നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. പിന്നെ സെൻറ്റർ വികസനം നമുക്ക് നല്ല കുറച്ചും കൂടെ നമുക്ക് വർക്ക് അതിന് ഗോവിന്ദയുടെ അവിടെ നിന്ന് ഒരു 1.3 മീറ്റർ നമുക്ക് വിട്ട് കിട്ടാനുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ വർക്ക് നമ്മൾ പൂർത്തീകരിച്ച് നല്ല സ്ട്രീറ്റ് ലൈറ്റ് അടക്കം പാവർട്ടിയുടെ മുഖച്ചായി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ GUP സ്കൂളിൽ വർണ്ണക്കൂടാരം ഗവൺമെൻറ് സ്കൂളിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു വർണ്ണക്കൂടാരം പദ്ധതി ഉദ്ഘാടനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. പിന്നെ പഞ്ചായത്ത് കളിസ്ഥലത്തിന് ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ലക്ഷം രൂപയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 10 ലക്ഷം രൂപ അതായത് CRZൻ്റെ അനുമതിക്ക് നമ്മൾ വിട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കളിസ്ഥലം നമുക്ക് അവിടെ നിർമ്മിക്കാൻ സാധിക്കും. അവിടെ തന്നെ നമ്മൾ ഒട്ടനവധി പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ലൈഫ് നമുക്ക് എടുത്തു പറയേണ്ടതാണ് 2023-24 കാലഘട്ടത്തിൽ ലൈഫിൽ ഒരു 39 വീടുകൾ നമ്മൾ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥലം മേടിക്കാനായിട്ട് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മിനി MCF 14 വാർഡുകളിൽ നമുക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. MCFും ഗ്യാസ് ഈ ക്രെമിറ്റോറിയം വന്നു കഴിഞ്ഞാൽ തന്നെ പാവർട്ടി ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് ഇനി പറഞ്ഞ ഞങ്ങൾക്ക് ഇനി 6 മാസം കൂടെ ഉള്ളൂ എങ്കിലും കൂടെ ഇനി വരുന്ന ഒരു ഭരണസമിതിക്ക് ഏറ്റവും നല്ല അവാർഡ് മേടിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. ആദ്യം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ UDFൻ്റെ ഒരു കുത്തക പഞ്ചായത്തെന്ന് വേണമെങ്കിൽ പറയാവുന്ന പഞ്ചായത്തായിരുന്നു. ഇപ്പോൾ അത് സ്വതന്ത്രയിലൂടെ LDF ഭരണത്തിലെത്തുന്നു. എങ്ങനെയാണ് ഈ ഒരു ഭരണസമിതി പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നേട്ടങ്ങൾ മാത്രമാണോ അതോ ജനകീയ വിഷയങ്ങൾ ഇനിയും നിൽക്കുന്ന ഈ കുടിവെള്ള പ്രശ്നം അടക്കം ഏറെ നേരിടുന്നൊരു പഞ്ചായത്ത് കൂടിയാണ്? എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ വിലയിരുത്തുന്നത്? നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ പാവർട്ടി പഞ്ചായത്ത് ഭരിക്കുന്ന LDF അതിൻ്റെ 5 കൊല്ലം പൂർത്തിയാക്കുകയാണ്. എങ്ങനെയാണ് ഈ 15 ഭരണസമിതി അംഗങ്ങളിലുള്ളതിൽ 5 LDF അംഗങ്ങൾ കൂടി ഈ പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കിയത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. കുതിരക്കച്ചവടത്തിലൂടെ ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാന ഭരണത്തിൻ്റെ ഹുങ്കിൽ അവർ പാവർട്ടിയിലെ ജനാധിപത്യം അട്ടിമറിച്ചാണ് ഈ ഭരണം കൈയടക്കിയിട്ടുള്ളത്. ജനങ്ങളേറെ പ്രതീക്ഷിച്ചു. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDFൻ്റെയാണ്, ജില്ലാ പഞ്ചായത്ത് ഭരണം LDFൻ്റെയാണ്, സംസ്ഥാനം LDFൻ്റെയാണ്. അപ്പോൾ ഒരുപാട് വികസന നേട്ടങ്ങൾ അതുവഴി ഈ പാവർട്ടിയിൽ ഉണ്ടാകും എന്നാണ് പാവർട്ടിയിലെ പൊതുസമൂഹം വിചാരിച്ചത്. പക്ഷേ നിരാശയാണ് പാവർട്ടി അനുഭവിക്കുന്നത്.
നേരത്തെ പറഞ്ഞതുപോലെ ഈ സെൻട്രൽ വികസനം മുൻ MLA PM മാധവൻ തന്ന 2 കോടി രൂപ കൊണ്ടാണ് ഈ പഞ്ചായത്ത് കെട്ടിടം പോലും നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചത്. സെൻട്രൽ വികസനം എങ്ങും എത്താത്ത ഒരു രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഓട്ടോ ടാക്സികൾക്കൊന്നും ഒരു സ്റ്റാൻഡ് പോലും പാവർട്ടിയിലില്ല എന്നുള്ളത് ദൗർഭാഗ്യമായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് കളിസ്ഥലം, പാവർട്ടി പഞ്ചായത്തിലൊരു കളിസ്ഥലം നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതുവരെ അത് ഒരു അനുഭവയോഗ്യമായിട്ടില്ല. അതുപോലെ ശ്മശാനം, നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു ശ്മശാനം ഇനി മൊബൈൽ ഇതിലേക്ക് മാറുക എന്ന്. പക്ഷേ ഒരുപാട് കാലം സ്ഥലം തന്ന് ഒരുപാട് ജനങ്ങൾ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട്, നമുക്കറിയാം പാവർട്ടിയിലെ ഈ ഹിന്ദുക്കൾക്ക് ഒരു മരണം സംഭവിച്ചാൽ അത് ഇളവള്ളി സമയമില്ലെങ്കിൽ ഗുരുവായൂർ, മുല്ലശ്ശേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ സമയത്തിന് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മൃതദേഹം സംസ്കരിക്കേണ്ട ഒരു ഗതികേടാണ് പാവർട്ടിയിലെ ജനങ്ങൾക്കുള്ളത്. അതിനൊരു മാറ്റം വരുത്താൻ ഈ 5 കൊല്ലം കൊണ്ട് പാവർട്ടിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ നമുക്ക് നമ്മുടെ കുടിവെള്ള പദ്ധതി PM മാധവൻ MLA ആയിരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ പദ്ധതി ഇതുവരെ പൂർത്തിയാക്കാൻ കുറേ വീടുകളിലേക്ക് പൈപ്പിട്ടു എന്നല്ലാതെ ആ വെള്ളം ഇതുവരെ ടാങ്ക് പണിതിട്ടുള്ള പാവർട്ടിയിലേക്ക് എത്തിക്കാൻ ഇതുവരെ ഈ ഭരണസമിതിക്കോ ഈ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്നവർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാവുന്ന പോലെ MLA സ്വാധീനിച്ചുകൊണ്ട് MLA ഒരു ഇതും ഈ പാവർട്ടി പഞ്ചായത്തിലേക്ക് നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് MLA പ്രഖ്യാപിച്ചു. അതിനനുസരിച്ച് OPയുടെ സമയം നീട്ടുകയോ മറ്റു ഡോക്ടർമാരെയോ മറ്റു പാരാമെഡിക്കൽസിൻ്റെയോ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ പഞ്ചായത്തിനെ പിന്തുണയ്ക്കുന്ന MLAക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ ഒരുപാട് പദ്ധതികൾ, കോഴിത്തോട് പദ്ധതിക്ക് നമ്മുടെ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിരുന്നു. അതിൻ്റെ ആ കുടിവെള്ള സ്രോതസ്സ് ഉപയോഗിക്കാൻ കോഴിത്തോട് പദ്ധതി പൂർത്തീകരിക്കാൻ ഇതുവരെ MLAക്ക് സാധിച്ചിട്ടില്ല. MLA തിരിഞ്ഞു നോക്കാത്ത ഒരു പഞ്ചായത്തായിട്ട് പാവർട്ടി മാറിയിരിക്കുകയാണ്. കുണ്ടുകടവ് പാലം, പോൾസം മാഷ് MLA ആയിരുന്നപ്പോൾ 8 കോടി രൂപ ചെലവാക്കി പണിതാണ് കുണ്ടുകടവ് പാലം. ആ കുണ്ടുകടവ് പാലത്തിലേക്ക് ഒരു നല്ല റോഡോ അതിനോടനുബന്ധിച്ച് 66ലേക്ക് 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ പുതിയതായി വരുന്ന 66ലേക്ക് പാവർട്ടിക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റിയ ആ റോഡ് പൂർത്തിയാക്കാൻ MLA യാതൊരു ശ്രമവും നടത്തുന്നില്ല. അതുപോലെ എല്ലാ കാര്യത്തിലും പാവർട്ടിയിലെ ജനങ്ങളെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ബഡ്ജറ്റ് വിഹിതത്തിൽ ഒരുപാട് പദ്ധതികൾ ഉൾപ്പെടുത്തുമെങ്കിലും അതൊന്നും നടപ്പാക്കാതെ വെറുതെ കടലാസിലുള്ള ഒരു പദ്ധതികളാണ്. ഒരു വില്ലേജ് ഓഫീസ് പോലും പാവർട്ടിക്ക് ഇതുവരെ സ്ഥലം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു വില്ലേജ് ഓഫീസ് ഇല്ലാത്ത, സ്വന്തമായ കെട്ടിടമില്ലാത്ത ജില്ലയിലെ ഒരു പഞ്ചായത്തായിട്ട് പാവർട്ടി മാറിയിരിക്കുകയാണ്. പ്ലാൻ ഫണ്ടുകൾ മുഴുവൻ വെട്ടിക്കുറച്ചു. കഴിഞ്ഞ കൊല്ലത്തേക്കാളും 20-30 ലക്ഷം രൂപ പാവർട്ടിയുടെ പ്ലാൻ ഫണ്ടിൽ വെട്ടിക്കുറച്ചുകൊണ്ട് പാവർട്ടിയുടെ വികസനങ്ങളെ തടസ്സപ്പെടുത്താനാണ് MLAയും ആ MLAയെ ഭരിക്കുന്ന പാർട്ടിയും ഈ പഞ്ചായത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വതന്ത്ര ആയതുകൊണ്ടായിരിക്കാം പാവർട്ടിയുടെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഇന്ന് LDFും മറ്റുള്ളവരും മാറി നിന്നുകൊണ്ട് പാവർട്ടിയെ നമുക്കറിയാവുന്ന പോലെ ഒരു അർബൻ പട്ടണമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ പാവർട്ടിയെ ആ രീതിയിലേക്ക് എത്തിക്കാതെ ജനിക്കൊണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് MLAയും സർക്കാരും ഈ പഞ്ചായത്തും ശ്രമിക്കുന്നത് എന്ന് കൂടി ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. ഓക്കെ, എങ്ങനെ ഹബീബ് മെമ്പറെ, പ്രസിഡന്റ് പറയുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് തദ്ദേശ സ്വയം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 5 വർഷത്തിനിടെ ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാനോ പഞ്ചായത്തിൽ സാധിച്ചിട്ടില്ല. ഈ ഭരിക്കുന്ന LDFിൻ്റെ മെമ്പർമാർ വൻ പരാജയമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പഞ്ചായത്ത് ഭരിച്ചത് എന്ന് പറയുമ്പോൾ സ്വതന്ത്രാന ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരിച്ചത് UDF എന്നാണ്. UDF 2020. അതിനുശേഷം 5 വർഷം LDF സർക്കാരോടെ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഭരിക്കുന്നത് LDF ആണ്. ഇവിടെ മണ്ണൂർ നിയോജക മണ്ഡലം MLA മുരളി പെരുന്നില്ല, ബ്ലോക്ക് ഭരിക്കുന്നു. പക്ഷെ ഇത്രയും ഭരണ സംവിധാനം ഉണ്ടായിരിക്കെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പ്രസിഡന്റിനോ ഈ ഭരിക്കുന്നവർക്കോ സാധിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അത് സ്പെസിഫിക് ആയിക്കൊണ്ട് ഇന്നത് ചെയ്തു എന്ന് പറയാൻ പ്രസിഡന്റ് എന്താണ് ബാധ്യസ്ഥനാണ്. ഇന്ന പ്രൊജക്റ്റ് ശ്മശാനത്തെ പറ്റി പറഞ്ഞു. ശ്മശാനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും പറയാം, ഒരു പൊതു ശ്മശാനം ഒരു പഞ്ചായത്തിൽ ആവശ്യമാണ്. സംഗതി സ്വതന്ത്രാന ഇന്ത്യയിൽ UDF ഭരിച്ചിട്ടുണ്ട്, UDFന് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതെല്ലാം ചെയ്യും എന്ന് പറഞ്ഞ് എല്ലാവിധ മീറ്റിങ്ങുകളും കളക്ടർ വരെ പങ്കെടുത്തിട്ട് യോഗങ്ങൾ ചേർന്നു, ഭൂമി വാങ്ങിക്കൊടുത്തു, പ്രദേശവാസികൾ പല സഹായങ്ങളും ചെയ്തു. ശ്മശാനം എന്നുള്ളത് എവിടെ വരണം എന്നുള്ളതല്ല, പഞ്ചായത്തിന് ശ്മശാനം ആവശ്യമാണ്. ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി എലവള്ളിയോ മുല്ലശ്ശേരിയോ കാഞ്ഞാണിയോ ഒരുമന്നൂരോ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ശരീരം എന്തു ചെയ്യും? പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് എവിടെയെങ്കിലും സൂട്ടബിളും ആക്റ്റുമായ സ്ഥലത്ത് ആ ശ്മശാനം എന്നുള്ള ഇവിടുത്തെ സാധാരണക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ UDF കഴിഞ്ഞിട്ടില്ല, LDF കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും കഴിഞ്ഞു. പിന്നെ ഒരുപാട് റോഡുകളെ പറ്റി 4 കോടി രൂപ ചുരുങ്ങിയ നിലക്ക് ഈ പറയുന്നത് പോലെ റൂമൻ സ്പ്രെഡിങ് സൊസൈറ്റി നുണപ്രചരണം നടത്താൻ ഭരിക്കുന്നവർക്ക് ഒരു മടിയില്ല. കാരണം 4 കോടി രൂപ രജിസ്ട്രേഷൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഭരണസമിതിയിലാണ് പറഞ്ഞു. ഞങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ 4 കോടി രൂപ പാസ്സായിട്ടുണ്ട്. നോക്കുമ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിനൊരു തുമ്പും തെലങ്ങില്ലാത്ത അവസ്ഥ. അപ്പോൾ പാവർട്ടി പഞ്ചായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു പ്രൊജക്റ്റ് ഈ ജനസമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നിന്ന് എപ്പോഴും 4 സാധാരണഗതിയിൽ മാർച്ച് 30 ഒന്നാമതൊരു വെള്ളം കൊടുക്കും. കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ ദുരിതത്തിലാണ്. ലിറ്ററുകളുടെ കണക്കുകൾ പറയുന്നല്ലാതെ വെള്ളം കിട്ടുന്നില്ല ജനങ്ങൾക്ക്. ഇപ്പോഴും പ്രതിസന്ധിയിലാണ് ജനങ്ങൾ. ഇന്നും വാട്ടർ ബോട്ടിൽ പോലും കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്. എത്രയും ലിറ്റർ വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞു. അത് എന്താ കണക്കാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നു തീരദേശ മേഖലയെ വിജയിച്ചു വന്നൊരു മെമ്പർ നിലക്ക് ഈ തീരദേശ വിഷയത്തിൽ ഇടപെടുന്ന വിഷയത്തിൽ ഈ ഭരണസമിതി വൻ പരാജയമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം അങ്ങനെ നേരത്തെ പറഞ്ഞു 9ാം വാർഡിൽ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഈ വാട്ടർ ടാങ്ക് UDF ഭരണകാലത്താണ് ഇത് അശാസ്ത്രീയമായിരുന്നു. എന്തിന് നിർമ്മിച്ചെന്ന് പോലും ആളുകൾക്ക് അറിയണില്ല. ഉണ്ടാക്കിയവർക്ക് പോലും അറിയില്ല എന്തിനാ ചെയ്യുന്നുള്ളൂ. പച്ചവെള്ളം അതിലേക്ക് അടിച്ചിട്ടില്ല. ഞങ്ങൾ കയറി വന്നതിന് ശേഷം ഉടൻ തന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ഗ്രാമസഭ കൂടി തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ച് കൊടുത്തു. അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇതൊക്കെ വളരെ സ്ലോവിലാണ്. ഇതൊക്കെ ഈ അവസാന സമയമാകുമ്പോൾ പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്. ഇത് 5 കൊല്ലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. എല്ലാ വിഷയത്തിലും 5 കൊല്ലമായി. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത് ജനങ്ങൾക്കറിയാനുള്ളത്. ഞങ്ങൾ ജനപക്ഷത്ത് നിൽക്കുന്ന SDP പ്രവർത്തകരെന്ന് പാർട്ടി എന്ന നിലക്ക് മെമ്പർമാരെന്ന നിലക്ക് ഞങ്ങൾ ജനപക്ഷത്താണ്. കപടത ഞങ്ങൾക്കില്ല. ഞങ്ങൾ തുറന്ന് കാര്യങ്ങൾ ചോദിക്കും. എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ഈ 4 കൊല്ലത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ റോഡിൻ്റെ അവസ്ഥ എന്താ? അയൽവക്കത്തുള്ള മറ്റ് പഞ്ചായത്തുകളെ ഒന്ന് കമ്പാരിസൺ ചെയ്യണമെങ്കിൽ പാവർട്ടി പഞ്ചായത്ത് വൻ പരാജയം. പിന്നെ ഒരുപാട് ഫണ്ടുകൾ പാസ്സായി വരുന്നു എന്ന് പറയും. ഇതിനൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം പ്രസിഡന്റ് പല കാര്യങ്ങളും ചാമ്പറിൽ എന്ന് പറഞ്ഞു. ഇതേപോലെ MP ഫണ്ട് 15 ലക്ഷം രൂപ കോൺഫറൻസിന് പാസ്സായി എന്ന് പറഞ്ഞു. അത് അന്വേഷിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നും ഇല്ലാത്ത നിലക്കാണ് പോണത്. എന്താ പറയുക 4 കോടി രൂപ കണക്കില്ല. പാസ്സായി എന്ന് പറയുമ്പോൾ 4.5 വർഷം ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ പാസ്സാക്കി എടുത്തിട്ടുണ്ട്, ഇനി വരുന്ന ആളുകൾക്ക് അത് ഉപകാരപ്രദമാവുന്ന എന്ത് എന്ന് പറയാൻ. എന്താണ് ആ പ്രൊജക്റ്റ്? എവിടെ അതിൻ്റെ TS അതിൻ്റെ IS കൃത്യമായിട്ട് പറയണം. വെറുതെ നമ്മളിങ്ങനെ സമയം ചെലവാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പാവർട്ടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ UDFും LDFുമാണ് ഈ ജനങ്ങളെ ഭരിച്ചിട്ടുള്ളത്. വൻ പരാജയമാണ്. മുൻകാലങ്ങളിൽ ഭരിച്ചവർ അതിൻ്റെ ബാക്കിയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് നിലവിലെ LDF. അതുകൊണ്ട് വൻ പരാജയമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു പ്രൊജക്റ്റോ പ്രപ്പോസൽ കൊണ്ടുവരാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. മാറി ചിന്തിക്കേണ്ടി വരും ജനങ്ങൾ. മറ്റൊരു സംവിധാനത്തെ കൊണ്ടുവരാനുള്ള വഴികളാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. രണ്ടും മാറി പരീക്ഷിച്ചു. UDFിനെ പരീക്ഷിച്ചു ഒരുപാട് കാലം. സ്വതന്ത്ര ഇന്ത്യയിൽ 90% UDFാണ് പാവർട്ടി പഞ്ചായത്ത് ഭരിച്ചത്. ഇതാ 2020 LDFാണ്. മാറി ഈ ജനങ്ങൾ പരീക്ഷിച്ചു. ഒരു ഉപകാരമില്ല ജനങ്ങൾ. ആയതുകൊണ്ട് ഒരു മാറ്റത്തിന് ഈ പാവർട്ടി പഞ്ചായത്ത് ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നല്ലൊരു വികസനം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നിലവിലെ സമ്പ്രദായ പാർട്ടികളൊക്കെ വൻ പരാജയത്തിൽ. ഓക്കെ, എന്തായാലും മണിയണ്ണ മെമ്പറെ, എങ്ങനെയാണ് പഞ്ചായത്തിനെ ഭരണസമിതി അംഗം എന്നുള്ള നിലയിൽ ഈ ഒരു 4.5 വർഷത്തെ കാലത്തെ വിലയിരുത്തിയാൽ? തീർച്ചയായും വളരെ നല്ല ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യമായി തന്നെ ബഹുമാനപ്പെട്ട അവതാരകൻ്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നീണ്ട കാലയളവ് പാവർട്ടി ഭരിച്ചിരുന്നത് UDF എന്ന് പറയുന്ന സംവിധാനമാണ്. ആ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ എന്ത് വികസനമാണ് പാവർട്ടിക്ക് വേണ്ടി ഇവരെല്ലാവരും ചെയ്തത്? ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. നമ്മളെ ജനങ്ങളെല്ലാവരും തന്നെ പാവർട്ടിയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല വികസനങ്ങളും കൊണ്ടുവരാവുന്ന
ഒരു സ്ഥലത്ത് ഇത്രയും നീണ്ട കാലയളവിൽ UDF ഇവിടെ എന്ത് ചെയ്തു? ഇത്രയും കാലങ്ങളായി, വർഷങ്ങളായി, കുത്തകകളായി കൊണ്ടിരുന്ന പാവറട്ടി പഞ്ചായത്ത്. ശരി, അതിൽ നിന്നൊരു മാറ്റം വരട്ടെ എന്ന രീതിയിൽ ജനങ്ങൾ LDFനെ തിരഞ്ഞെടുത്തു. എന്ത് വികസനമാണ് ഇവർ ഇവിടെ കൊണ്ടുവന്നത്? ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ ഒരു വലിയ ചാർട്ട് തന്നെ വായിക്കുകയുണ്ടായി. ഞാൻ എല്ലാ വികസനത്തിലേക്കും കടക്കുന്നില്ല, വളരെ ചുരുങ്ങിയ ഒരു 2-3 വികസനങ്ങൾ പറയാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, പാവറട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖച്ഛായ ഉണ്ടായിരുന്ന കുടിവെള്ളം ജനങ്ങൾക്ക് കിട്ടിയിരുന്ന പാവറട്ടിയിലെ പഞ്ചായത്തിലെ ജനങ്ങളും പഞ്ചായത്തും കൺതുറന്നാൽ മുറ്റത്ത് കാണുന്ന പഞ്ചായത്ത് കിണർ വൃത്തിയാക്കേണ്ടി വന്നത് അവിടെ ഒരു പെരിച്ചായി ചത്ത കാരണം. വികസനത്തിൻ്റെ മാതൃകയാണ്. ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന കിണർ എന്തായിരുന്നു എന്നറിയണമെങ്കിൽ ഒരു പെരിച്ചായി ചാവേണ്ടി വന്നു പാവറട്ടി പഞ്ചായത്തിന് ഒരു വികസനത്തിലെ ആദ്യം കൊണ്ടുവരാൻ. ഏറ്റവും വലിയ വികസനം വേണ്ടിയിരുന്നത് പാവറട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്മശാനവുമായി ബന്ധപ്പെട്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്മശാനവുമായി ബന്ധപ്പെട്ട് വാചാലയാവുമെന്ന് ഞാനിവിടെ കേട്ടു. UDFൻ്റെ ഭരണകാലത്തും ശ്മശാനം ഇതാ വരുന്നു, നാളെ വരുന്നു, മറ്റന്നാൾ വരുന്നു എന്ന് തുടങ്ങി. ഇടതുപക്ഷത്തിൻ്റെ അവിടെ എത്തിയും ശ്മശാനം നിൽക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ, അവിടുത്തെ ജനങ്ങൾ കാശ് കൊടുത്ത് വഴി വാങ്ങിച്ച് പാവറട്ടി പഞ്ചായത്തിന്, അതായത് പാവറട്ടി പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്നും, സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നും കാശുകൾ പിരിച്ചുകൊണ്ട് പാവറട്ടി പഞ്ചായത്തിലേക്ക് വഴി വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പറയുന്നു CRZ പരിധിയിലാണ്. ആരെയാണ് ഇവർ പറ്റിച്ചത്? അല്ലെങ്കിൽ ഇവർ ആദ്യമേ ജനങ്ങളോട് പറയണ്ടേ, ഇവിടെ ഏകദേശം 10-20 ദിവസത്തോളം പച്ചവെള്ളം കുടിക്കാതെ ധർണയിരുന്ന് പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് പാവറട്ടി പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അടങ്ങുന്നവർ വാക്ക് കൊടുത്തതിന് ശേഷമാണ് അവിടെ അവർ സമരം അവസാനിപ്പിച്ചത്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി കാശ് കൊടുത്ത്, സ്വന്തം കയ്യിലെ കാശും മറ്റുള്ള സാധാരണക്കാരൻ്റെ കയ്യിലെ കാശും പിരിച്ചുകൊണ്ട് ശ്മശാനത്തിന് വഴി വാങ്ങിച്ചു കൊടുത്ത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി കമ്മിറ്റിയിൽ പറയുന്നു അത് CRZ പരിധിയിലാണ്, ചെയ്യാൻ സാധിക്കില്ല. ഇതിനും വലിയൊരു ചതി പാവറട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടതുപക്ഷം ജനങ്ങളോട് ചെയ്യാനുണ്ടോ? അന്നേ നമ്മൾ ആവശ്യപ്പെടുന്ന കാലത്ത് കണ്ടു. ഏറ്റവും പറഞ്ഞ രണ്ടാമത്തെ വികസനം എന്ന് പറയുന്നതായിക്കോട്ടെ, പാവറട്ടി പഞ്ചായത്തിന് വർഷങ്ങളായി ഇവിടെ UDFൻ്റെ കാലത്ത് വാങ്ങിച്ചിട്ടിട്ടുള്ള ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരിക്കുന്നു എന്ന് പറയുന്നു. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് നവീകരിക്കുന്നത്? ഓരോ ലക്ഷം രൂപ 2 വർഷങ്ങളിലായി വെച്ച് അവിടെ കൂടിയിരുന്ന മണ്ണ് നിരത്തിലാണ് ഇത്രയും കാലങ്ങളായിട്ട് അവിടെ നടന്നത്. അതാണ് ഒരു വികസനം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഈ പ്രതികരണങ്ങൾ അത് നാളെ മറ്റൊരു വിജയമായി മാറുമെന്നതിന് യാതൊരു സംശയവും നമുക്ക് വേണ്ട. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. നമ്മൾ അവർ പറയുന്നത് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സഹയാത്രികർ മാത്രമാണ് ജനപ്രതിനിധികൾ. അവരുടെ ആവശ്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് ആ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നില്ല. ഏറ്റവും സിമ്പിളായി പറയുന്ന പാവറട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും സ്വപ്നമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട്, ഭരണസമിതി അംഗങ്ങളിൽ ഞാൻ കൂടി ആ ഭരണസമിതി അംഗത്തിൻ്റെ വീഴ്ച തന്നെയാണ് എന്ന് സമ്മതിക്കണം. ഇത്രയും അധികം നേരത്തെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു ഇടതുപക്ഷം, MLA നമ്മുടെ ഇടതുപക്ഷം, ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം. എന്തുകൊണ്ടൊരു ഫണ്ട് നമുക്ക് ഇവിടേക്ക് എത്താൻ വന്നില്ല? ഇന്ന് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ വരുന്ന NRGSൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നു, നവീകരണ പ്രവർത്തനത്തിന് വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. കുടിവെള്ളം, തൃത്താലയിൽ നിന്നും കുടിവെള്ളം പുറപ്പെട്ടിട്ട് 10 കൊല്ലമായി. എവിടെ നിന്നിട്ടാണ് ഈ തൃത്താല കുടിവെള്ള പദ്ധതി വന്നു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിനോ പഞ്ചായത്ത് പ്രസിഡന്റിനോ യാതൊരുവിധ ഇന്ന് വരും നാളെ വരും എന്ന് UDF പറയുന്നു. വർഷങ്ങളായി അത് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു. ഇപ്പോൾ വന്നാൽ ജൽജീവൻ മിഷൻ്റെ പദ്ധതികൾ 30 മീറ്റർ പൈപ്പുകൾ വീട്ടിലേക്ക് ഇടാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. എത്രയോ സ്ഥലങ്ങളിൽ 30 മീറ്റർ പോലും എത്താത്ത പൈപ്പുകൾ. ഈ പൈപ്പുകളിൽ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പുകൾ ഇതുവരെയും എയർ പ്രഷർ നടത്തിയിട്ടില്ല. ഈ ഭാഗങ്ങളിൽ ഓടി നടന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടാറിങ് പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. വെട്ടിപ്പൊളിക്കാനുള്ള പദ്ധതിയിലേക്കാണ് പാവറട്ടി പഞ്ചായത്ത് നടന്നിട്ടുള്ളത്. അങ്ങനെ വികസനങ്ങളാണോ എന്ന് ചോദിച്ചാൽ വികസന മുരടിപ്പുകളാണ് പാവറട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്.
പ്രസിഡന്റ് ആദ്യമേ ഭരണസമിതി ഒറ്റക്കെട്ടായാണ് എല്ലാത്തിനും പൂർണ്ണ പിന്തുണ. ആ ഒരു പിന്തുണ ഇവിടെ കിട്ടുന്നില്ല. കാരണം പല കാര്യങ്ങളിലും എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. ആദ്യം തന്നെ പ്രസിഡന്റിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് മുന്നണികൾ മാറിക്കോട്ടെ, ഭരണ തുടർച്ചയാണ്. പ്രസിഡന്റിന് രണ്ട് കാര്യത്തിലപ്പം മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ കാലങ്ങളിൽ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാൾ ഇത്തവണ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. മുന്നണി മാറുന്നതിനപ്പുറത്തേക്ക് ഭരണ തുടർച്ച എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം. എടുത്തു പറയേണ്ടതായ ഒരു പദ്ധതികളും ഈ ഒരു 4.5 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതിനൊരു മറുപടി. പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാൻ മെമ്പറായിരുന്നു. പിന്നെ 3 കൊല്ലം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യം വൈസ് പ്രസിഡൻ്റായി. ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ഭരണസമിതിയിൽ UDFൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്നു തന്നെയാണ്. പിന്നെ അതിൽ നിന്ന് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വിഷയം കാരണം നമ്മളതിൽ നിന്ന് UDFൻ്റെ ആ ഒരു തർക്കം കാരണം തന്നെ നമുക്കത് മാറി LDF സപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ കൂടെ നമുക്ക് ഇപ്പോൾ LDFൻ്റെ ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 4.5 വർഷം കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായത് 2023 സെപ്റ്റംബർ മാസത്തിലാണ്. ആ ഒരു കാലഘട്ടം ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാനിപ്പോൾ എണ്ണി പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിന് ശേഷം നടന്നിട്ടുള്ള പരിപാടികളാണ്. ഓരോ പദ്ധതികൾക്ക് ഫണ്ടുകൾ എത്തുന്നു എന്ന് പറയുന്നു, പല പദ്ധതികളും ഫണ്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഒട്ടനവധി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഈ ഒരു വർഷക്കാലത്ത് പദ്ധതി എടുത്തു പറയാൻ ഏറ്റവും വലിയ ഏറ്റവും ആദ്യം പറയുന്നത് നമ്മൾ പാവർട്ടി നമ്മൾ ഇരിക്കുന്ന ഈ ഒരു കെട്ടിടം. ഈ ഒരു കെട്ടിടം കുറേ വർഷങ്ങളായി നമ്മളതിൻ്റെ കാര്യങ്ങൾ നടന്നെങ്കിലും കൂടെ ഈ ഭരണസമിതി കയറിയതിന് ശേഷമാണ് ഈ ഒരു പഞ്ചായത്തിൽ ഇങ്ങോട്ട് കയറാനും നമുക്കറിയാം റെക്കോർഡ് റൂം, എയ്ഡ് റൂം, പിന്നെ നമുക്ക് എല്ലാ ഘടക സ്ഥാപനം കൂടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറക്കാനായിട്ട് സോളാർ പാനൽ അടക്കം നമ്മൾ ഒട്ടനവധി പദ്ധതികൾ ജനങ്ങളുടെ പിന്നെ കുടിവെള്ളം നമുക്ക് ആയുർവേദ ഹോസ്പിറ്റല് MLA നമുക്ക് 4 കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് സ്ഥലപരിമിതി മൂലം നമുക്ക് മറ്റേ സാംസ്കാരിക തലത്തിലാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ 18 സെന്റ് സ്ഥലം, അതിൻ്റെ ഉള്ളിൽ സാംസ്കാരിക നിലയം, പിന്നെ കൃഷിഭവൻ, അംഗനവാടി, മറ്റേ ടേക്ക് എ ബ്രേക്ക്, ഇതിൻ്റെ ഉള്ളിൽ 18 സ്ഥലം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം അല്ല പഞ്ചായത്തില് ഭരണസമിതിയിലെ അംഗങ്ങളും കൂടെയാണ്. അപ്പൊ അതും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം ശരി പറയട്ടെ ഇന്ന് അതിന് 1 സെന്റ് സ്ഥലം പോലും നമുക്ക് ഇല്ലാതെ ഇപ്പൊ നമ്മൾ 25 സെന്റ് സ്ഥലം മേടിച്ച് നമ്മൾ അതിന്റെ ഭരണം അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി 30 ബെഡിന്റെ നമുക്ക് ചെയ്യാൻ എല്ലാം നമുക്കറിയാം. അല്ല ഈ ഭരണസമിതി എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന LDF, സംസ്ഥാന സർക്കാർ LDF. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ഗസാലി സാഹിബ് ഇവിടെ നിന്ന് ഈ പാവർട്ടി പഞ്ചായത്തുകാരനായതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ഫണ്ടുകൾ പാവർട്ടി പഞ്ചായത്തിൽ വൃത്തിയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം വൃത്തിയിൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പാവർട്ടി പഞ്ചായത്തിനെ കൈമലത്തിക്കൊണ്ട് ഒരിക്കലും അല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് ഒരു കാര്യം അതല്ല ഇവര് പറയുന്നത് ഞാൻ ഉണ്ടാതിരുന്നു. നമുക്കും കൂടെ പറയാനുള്ള അവസരം. എന്താ കാരണം വെച്ചാല് MLA നമ്മൾക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്. മുന്നുണ്ടായിരുന്ന MLA ആയിക്കോട്ടെ, നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പാവർട്ടി ഗ്രാമപഞ്ചായത്ത് ഈ 2-3 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഈ 2023-24 വർഷത്തിൽ നമ്മൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി ഫണ്ടുകളാണ് നമുക്ക് MLA തന്നിട്ടുള്ളത്. ഇപ്പൊ അല്ല MLA ബിൽഡിംഗ് അതല്ലാതെ 2 കോടി 1.5 കോടി പാലുവായി റോഡിൽ നമുക്ക് ഇപ്പൊ ഭരണാനുമതി കിട്ടി. നമ്മൾ അതിന്റെ വർക്ക് തുടങ്ങാൻ സാധനങ്ങൾ കൊടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ 80 ലക്ഷം ചിറ്റാട്ടുകര കുണ്ടവള റോഡിന് 80 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്.
കൂടാതെ ഒരു പാർട്ടിയും ഒരു വാർഡും നോക്കാതെ എല്ലാ ജനങ്ങൾക്കും അവരുടെ സഞ്ചാരയോഗ്യം നമുക്കറിയാം. പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ 64 കിലോമീറ്റർ റോഡുകൾ ഉണ്ടെങ്കിലും എല്ലാ റോഡുകളും ജലജീവൻ മിഷൻ പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ 2023 കാലഘട്ടത്തിന് ശേഷം മറ്റെല്ലാ റോഡുകൾക്കും കാനകളാണ് ചെയ്തിരുന്നത്. കാരണം ആ റോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് ശേഷം 87 ലക്ഷത്തിനപ്പുറം നമ്മൾ ഫണ്ട് വെച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഭരണസഭയിൽ നമ്മൾ 1.5 കോടിനപ്പുറം ഫണ്ട് വെച്ചിട്ടാണ് എല്ലാ വാർഡും ഈ പറയുന്ന ഹബീബയുടെ വാർഡിലേക്കും 1 കോടി രൂപയോളം നമുക്ക് ജില്ലാ പഞ്ചായത്ത് അടുത്ത് പാവർട്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന് മാത്രമായിട്ട് എത്ര ഫണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റേ നമ്മുടെ ജെറോംബയുടെ വാർഡിലേക്കായാലും മണികണ്ഠബയുടെ വാർഡിൽ ഒട്ടനവധി ഫണ്ട് നമ്മൾ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു വാർഡും നമ്മൾ മാറ്റി നിർത്താതെ എല്ലാ വാർഡുകൾക്കും ഇപ്പം നമുക്കറിയാം 36 റോഡുകൾ പാവർട്ടി ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എല്ലാവരും നമുക്കറിയാം ഈ ഫണ്ടിൻ്റെ അഭാവം മൂലം നമുക്കറിയാം. എങ്കിലും കൂടെ ഓൺ ഫണ്ടും പിന്നെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തായാലും മറ്റുള്ള ബ്ലോക്ക് ML എല്ലാ ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഇനിയും ഈ ഒരു 2025-26 വർഷത്തിലും ഒട്ടനവധി റോഡുകൾ പൂർത്തീകരിക്കാൻ കഴിയും. കൂടാതെ ഇനി വരുന്നൊരു ഭരണസമിതിക്ക് ഇപ്പം നമുക്ക് ഒരു ഭാഗം വാട്ടർ അതോറിറ്റി വെച്ചെങ്കിൽ ഒരു ഭാഗം പഞ്ചായത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തു കൊടുക്കുക. ഇനി വരുന്നൊരു ഭരണസമിതിക്ക് നമ്മൾ ഈ തുടർച്ചയായി ചെയ്യുന്ന ചിലവർക്ക് ഉടൻ എല്ലാ റോഡുകളും പൂർത്തീകരിച്ച് 2 കൊല്ലത്തിൽ നമ്മൾക്ക് ഞങ്ങൾ 2 കൊല്ലമായിട്ടുള്ള ഈ റോഡ് ചെയ്യാൻ 5 കൊല്ലമായിട്ട് ഭരിക്കുന്ന LDF-ന് ഒരു പദ്ധതി പോലും ഈ ഞങ്ങളുടെ ആളുകൾ പറഞ്ഞിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല ഇവിടെ പാവർട്ടി പഞ്ചായത്തിന് കൈവശമുള്ള 232 ഏക്കർ ഭൂമി പഞ്ചായത്ത് അറിയാണ്ട് വിൽക്കുകൂടി ഈ പഞ്ചായത്ത് പെരിങ്ങാട് പുഴയോട് ചേർന്ന് നടക്കുന്ന കായലും കടലും ഒക്കെ വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് പാവർട്ടിയുടെ തീരപ്രദേശം. പാവർട്ടി പഞ്ചായത്ത് അറിയാണ്ട് റവന്യൂ വകുപ്പ് വനം വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. അത് തിരിച്ചെടുക്കാനും അതിന്റെ അത് തിരിച്ചെടുക്കാനും നേരത്തെ ഇപ്പൊ പറഞ്ഞു അപ്പോഴും പദ്ധതികളിലേക്ക് എത്തുന്നില്ല. പദ്ധതികൾ നടപ്പിലാക്കും അടുത്ത ഭരണസമിതിക്ക് കാലത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് പ്രധാന ഇപ്പൊ കുടിവെള്ളം ഇപ്പൊ തൃത്താലയിൽ നിന്ന് പുറപ്പെട്ട ജലം 10 വർഷം എത്തിയിട്ടില്ലെന്നുണ്ട്. കുടിവെള്ള കാര്യത്തിൽ അടക്കം ഇപ്പോഴും പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് ഒന്നും തൊടാൻ പറ്റില്ലെങ്കിൽ ഈ ഭരണസമിതി കയറിയതിന് ശേഷം നമ്മൾക്ക് അവിടെ നമ്മുടെ ബ്രഹ്മംകുളം റെയിൽവേ ഗേറ്റിന്റെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അനുമതി കിട്ടി നമുക്ക് എല്ലാ വീടുകൾക്കും ഇപ്പൊ മിക്ക ഭാഗത്തും നമുക്ക് ഹൗസ് കണക്ഷൻ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിന്റെ വെള്ളം കൊടുക്കാനായിട്ട് നമുക്കറിയാം ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി ആവുമ്പോൾ നമുക്ക് പ്രൈവറ്റ് വ്യക്തികളുടെ നമ്മൾ ഗവൺമെന്റ് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ജനങ്ങളുടെ ചോദ്യം ഈ പറയുന്ന ഈ ഒരു കാലയളവിൽ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചില്ല? പലപ്പോഴും നമ്മൾ പറയുന്നത് ഒഴിഞ്ഞു മാറുന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ ഒഴിഞ്ഞു മാറുന്നത് ഇവിടെ ഭരണം അവിടെ ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് കാലങ്ങളായിട്ടുള്ള ഒരു LDF-ന് കിട്ടാക്കനിയായിരുന്ന ഒരു പഞ്ചായത്ത് ഇത്തവണ LDF-ന്റെ പിന്തുണയോടെ വരുമ്പോൾ ഒരിക്കലല്ല ആൾക്കാർ മനസ്സിലാക്കി വീണ്ടും വന്ന് ഇതിന്റെ പണി പൂർത്തീകരിച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ജനങ്ങൾക്ക് നേരത്തെ ഒരു ആരോപണം പഞ്ചായത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും പൊതുജനം തന്നെ ഏറ്റെടുത്ത് പഞ്ചായത്തിന് നൽകേണ്ടി വരുന്ന കുടിവെള്ളമാവട്ടെ, ശ്മശാനമാവട്ടെ, കളിസ്ഥലമാവട്ടെ, പൊതുജനങ്ങൾ താല്പര്യങ്ങൾ പൊതുജനങ്ങൾ ഇടപെട്ടിട്ടും സഹകരിച്ചിട്ട് പോലും ഗ്രൗണ്ട് നിൽക്കുന്നത് CRZ-ലാണ്. ഒരു പാവർട്ടി പഞ്ചായത്തിൽ ഗ്രൗണ്ട് നിൽക്കുന്ന CRZ ഉൾപ്പെട്ട സ്ഥലത്താണ്. നമ്മൾക്ക് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കില്ല.
അതിന് ഒരു ഇപ്പം 2023-24 കാലഘട്ടത്തിൽ നമുക്ക് 1 ലക്ഷം രൂപ വെച്ചിട്ട് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഗ്രൗണ്ട് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റി. പിന്നീട് 2024-25 അല്ല നമുക്ക് CRZ നമുക്ക് നിർമ്മാണം പറ്റില്ല. ഇപ്പൊ 50 മീറ്ററിന്റെ 50 മീറ്റർ ആയിട്ട് നമുക്ക് ചുരുക്കിയ ശേഷമാണ് നമുക്ക് 10 ലക്ഷം രൂപ. പ്രസിഡന്റ് അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് CRZ പരിധിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവിടെ അതിന് ചുറ്റും കമ്പിവേലി കെട്ടുന്നതിനോ അല്ലെങ്കിൽ ഉയർത്തിയുള്ള നമ്മൾ ഫണ്ട് വെച്ചിട്ട് മാറ്റിയതാണ്. ഫണ്ട് വെച്ചിട്ട് അല്ലല്ല ലെവൽ ചെയ്ത് ജനങ്ങൾക്ക് താൽക്കാലികമായി സമർപ്പിക്കുന്നത് CRZ പ്രശ്നം നിർമ്മാണ ഗ്രൗണ്ട് വെക്കാന്ന് വെച്ചാൽ നമുക്ക് മണ്ണടിക്കാനതിൽ സാധിക്കുള്ളൂ. നമ്മൾ ഫണ്ട് വെച്ചതാണ് അവിടേക്ക്. അതായത് കമ്പിവേലി അടക്കം കെട്ടാനുള്ള ഫണ്ട് വെച്ചിട്ട് നമുക്ക് അനുമതി കിട്ടാതെ മാറ്റി വെച്ച് ഈ ഭരണസമിതി മെമ്പർമാർക്ക് അറിയാം. ഗ്രൗണ്ട് CRZന്റെ അനുമതി കഴിഞ്ഞ ശേഷം ഗ്രൗണ്ടിൽ ലെവൽ ചെയ്യും. അതല്ല ഇവിടെ ഏറ്റവും തുച്ഛമായ പൈസകൾ നിലനിർത്തിക്കൊണ്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കേണ്ട ആ ഗ്രൗണ്ടിന് പോലും പാവട്ടി പഞ്ചായത്തിന്റെ ഈ ഇടതുപക്ഷത്തിന്റെ ഈ ഭരണസമിതി അതിനു വേണ്ട ഉതകുന്ന ഫണ്ട് പോലും പഞ്ചായത്തിന്റെ ആ ഒരു ഭരണ നേതൃത്വത്തിന്റെ മികവ് കാണിക്കാൻ കഴിയുന്നില്ലെന്ന് മണ്ണിടുന്നതിന് അപ്പുറത്തേക്ക് കാണിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഒരു CRZന്റെ പരിധി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് ഒരിക്കലല്ല ഇപ്പൊ നമുക്ക് പറയുന്നു മതിൽ കെട്ടാനും അല്ലെങ്കിൽ കമ്പിവേലി ഇടാനേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഗ്രൗണ്ട് ഇപ്പൊ അതുകൊണ്ടല്ല നമ്മളിപ്പോ സ്റ്റെപ്പ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തു വരുന്നത്. ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് സമയത്തേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദം മറ്റ് ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ വേണം, ഏതൊരു ഭരണസമിതി വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ലഭ്യമാകേണ്ട സേവനം ജനങ്ങൾക്ക് ലഭ്യമാകാതെ പിന്നീട് ലഭ്യമാകും എന്ന് പറഞ്ഞ ഒഴിമാറല്ലേ. അതുകൊണ്ട് അതല്ല എന്താ കാരണം വെച്ചാൽ നമുക്ക് 6 മാസമുള്ളൂ. ഈ ഒരു 6 മാസം നമ്മൾ എന്ത് പറയുന്നത് ശരിയാക്കി തരാന്ന് പറഞ്ഞത് അതല്ല വാർഡ് മെമ്പർ അല്ല ഞാൻ പറഞ്ഞ പഞ്ചായത്ത് ഇന്നൊരു കാര്യം മെമ്പർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഈ പറഞ്ഞ മെമ്പർമാർ നമ്മൾ ഒറ്റക്കെട്ട് നിൽക്കുകയും ചെയ്യില്ല. പക്ഷേ പഞ്ചായത്ത് അംഗങ്ങളുടെ വികസന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രപ്പോസല് ഞങ്ങൾ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു തരത്തിലും വകവെക്കാടില്ല. ഈ പറഞ്ഞ വാർഡ് മെമ്പറുടെ നമ്മളെ പ്രസിഡന്റ് പിന്തുണ പറഞ്ഞു എല്ലാവരുടെയും. അതെ ഈ 10ാം വാർഡ് മെമ്പറ് വലിയൊരു ഫ്ലെക്സ് 10ാം വാർഡ് അല്ല പാവട്ടി പഞ്ചായത്തിന്റെ വികസനങ്ങളെ എഴുതി വെച്ച് 10ാം വാർഡ് മെമ്പർ വലിയൊരു ഫ്ലെക്സ് അവരുടെ വാർഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതെവിടുന്നാണോ പഞ്ചായത്ത് ഫണ്ട് കിട്ടാണോ? അതുപോലെ തന്നെ ഞാൻ പറയാം ആ ചോദ്യം ഇരു മുന്നണികൾ കൂടിയിട്ടാണ്. ഇത് എന്റെ ജനങ്ങളുടെ ചോദ്യമാണ്. ഇത്രയും നീണ്ട കാലയളവിലായിട്ടും ഇവർ ഇരു മുന്നണികളും പാവറട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു? പാവട്ടിയിൽ എന്ത് കൊണ്ടുവന്നത് യു.ഡി.എഫ് ചെയ്തു. അഞ്ച് ജലസംഭരണികളായാലും ഒക്കെ കൊണ്ടുവന്നത് യു.ഡി.എഫ്. ജലസംഭരണികൾ എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ കിട്ടിയിട്ട് കൊണ്ടുവരുന്നത് ജനങ്ങൾ പറയട്ടെ. ഒരുപാട് കാലം അതല്ല ഒരുപാട് കാലം കുടിവെള്ളത്തിന് ഇത്രയും ദുരിതം അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാറി ജനങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും വെള്ളം കിട്ടുന്ന അവസ്ഥ. ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഹൗസ് കണക്ഷൻ എല്ലാം 1ാം വാർഡ് 2ാം വാർഡ് കണക്ഷൻ അതുപോലെ തന്നെ 12ാം വാർഡ് 10ാം വാർഡ് ഒട്ടനവധി വാർഡുകൾക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ പദ്ധതി അല്ല ഞാൻ പറയുന്നു 10ാം വാർഡിൽ ജൽജീവൻ മിഷൻ 2 വർഷമായി ഇവിടെ വന്നിട്ട് ജൽജീവൻ മിഷൻ 2 വർഷമായി വന്നിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയട്ടെ, ഈ 2 വർഷത്തിനുള്ളിൽ പാവറട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 30 മീറ്റർ, അതായത് ജൽജീവൻ മിഷന്റെ ആദ്യം അവർ ഇവിടെ നമുക്ക് രേഖാമൂലം എഴുതി തന്നിട്ടുള്ള 30 മീറ്റർ
അത് ഈ പാവട്ടി പഞ്ചായത്തിലെ 15 വാർഡുകളിൽ ഇടാൻ ഈ ഭരണസമിതി സാധിച്ചു. ഇല്ല, എല്ലാ വീടുകളിലും നമ്മള് 30 വീടുകൾക്ക് 30 മീറ്റർ ഒരുവിധ വാർഡുകൾക്ക് എത്തിക്കാൻ സാധിച്ചു. എല്ലാ വാർഡുകൾക്കും കാരണം പ്രൈവറ്റ് വ്യക്തികളുടെ റോഡുകൾ പൊളിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഗ്രാമീണ റോഡുകളൊക്കെ പൊളിക്കലും നമ്മൾ 30 മീറ്റർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്രൈവറ്റ് റോഡുകളിലാണ് നമ്മൾ പൊളിക്കാത്ത അവസ്ഥ. അത് കോൺക്രീറ്റ് റോഡുകളുണ്ട്, അങ്ങനെ കുറച്ച് അനുമതി കിട്ടാത്ത റോഡുകളുണ്ട്, അതൊക്കെയാണ് പൊളിക്കുക. ഇനിയിപ്പോൾ നമ്മളെ മെമ്പർമാർ പറഞ്ഞിട്ടുള്ളത് ഈ റോഡുകൾ പൊളിച്ച് കിടക്കണ കാരണം ഇനി അവർക്ക് ആൾക്കാരൊക്കെ ചീത്ത കേൾക്കണ കാരണം അവർ പറഞ്ഞിട്ടുള്ളത് ഇനി വെള്ളം വരുന്നതിന് പുറത്ത് നമുക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത്രയും ഫണ്ടുകൾ നമ്മൾ ഇനി ഓരോ ഭാഗം ശരി ഞങ്ങൾ ഇറങ്ങണതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഒരുവിധം റോഡുകൾ പൂർത്തീകരിക്കണം ഞങ്ങൾ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്കും നാളെ ഒരു പഴി കേട്ടോ ഞങ്ങൾ ഇറങ്ങാം. അതുകൊണ്ട് അതിനാല് ഈ പൊളിച്ച റോഡുകള് ഒട്ടനവധി പഞ്ചായത്തിന് എല്ലാ വീടുകളിലും 30 മീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചത് എല്ലാ വീടും പറഞ്ഞിട്ടില്ല. പ്രൈവറ്റ് വീടുകളിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര വീടുകൾ പ്രവൃത്തി പൂർത്തീകരിക്കാണ്? പാവട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം എത്ര വീടുണ്ട് പാവട്ടി പഞ്ചായത്ത്? സമയം അവസാനിക്കുന്നുണ്ട്, വേഗം മറുപടിയിലേക്ക്. 1500 വീടുകൾക്ക് നമ്മൾ ഹൗസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞിട്ടില്ല വാർഡില് നമ്മളുടെ പ്രൈവറ്റ് റോഡുകൾ നമ്മൾ പൊളിച്ചിട്ടില്ല. അത് പൊളിച്ച് നമുക്ക് അത് കറക്റ്റ് ചെയ്ത് പോവേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഹബീബ് മെമ്പറുടെ വാർഡുകളിൽ ഞാൻ ചോദിക്കട്ടെ ശരി ഹബീബ് മെമ്പറുടെ വാർഡിൽ എത്ര വീട് കണക്ഷൻ കൊടുത്ത ഹബീബ് മെമ്പർ പറയട്ടെ. അല്ല അത് ഓരോ വാർഡിൽ അടുത്ത വീടുകൾ പ്രവൃത്തി പൂർത്തീകരിച്ചോ? എത്ര ബാലൻസ്? പാവട്ടി പഞ്ചായത്തിന് എല്ലാ വീടുകാർക്കും ഹൗസ് കണക്ഷൻ എത്ര വീടുണ്ട്? എല്ലാ വീടും ഹൗസ് കണക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞിട്ടില്ല. അതായത് പദ്ധതികളുടെ പല പദ്ധതികളും പ്രസിഡന്റ് പറഞ്ഞാൽ തുടങ്ങി വെച്ചു, ഫണ്ടുകൾ അനുവദിച്ചു. അതായത് ഇല്ലത്തൂന്ന് ഇറങ്ങിയത് കുടുംബത്തിൽ കയറിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് പ്രധാനമായി പ്രവർത്തികൾ ആരംഭിക്കാനും അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണ് നീലാപൈസ. ആ പദ്ധതിയിൽ നമ്മൾക്ക് 1 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു ടൂറിസം പദ്ധതിയാണ് നീലാപൈസ എന്ന് പറഞ്ഞിട്ട് ജൈവവൈദ്യ പാർക്കണം. പക്ഷെ കാരണം വെച്ചാൽ നമുക്ക് അതിന്റെ സ്കൂട്ടിന് ഫീസ് അടച്ച് നമ്മൾ അതിന്റെ ഭരണാനുമതിക്കായി കാത്തിരിക്കുകയാണ്. നമുക്ക് അവര് വന്ന് സ്ഥലം പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഇത്ര ഫണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല, വെറുതെ നമ്മൾ ഒറ്റ ചോദ്യമുള്ള മേഡം. കാരണം പാവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ തീരദേശ മേഖലകളുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഉപ്പുവെള്ളം കയറുക എന്നുള്ളൊരു വിഷയമാണ്. തീർച്ചയായും അത് വലിയൊരു പ്രശ്നമാണ്. അതിന്റെ പരിഹാരത്തിലേക്ക് തീർച്ചയായും അത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഈ അത് വേനൽക്കാലമായിക്കോട്ടെ മഴക്കാലമായിക്കോട്ടെ ഏത് കാലമായാലും ഉപ്പുവെള്ള ഭീഷണി വല്ലാണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതിലുള്ളൊരു ഒരുപാട് നമ്മൾ ലെറ്ററും കാര്യങ്ങളും കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ DFOന്റെ അനുമതിക്കായിട്ട് നമുക്ക് അവിടെ കിട്ടും. ഇപ്പൊ മണികണ്ഠൻ മെമ്പർ അവരുടെ വാർഡ് മണികണ്ഠൻ മെമ്പർ ഇടപെട്ട കാരണം നമുക്ക് ഫണ്ട് നമുക്ക് 16 രൂപ കൊടുക്കാൻ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടെ ആ ഒരു സൈഡ് അവർക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ 8, 9 ഇനി നമുക്ക് 8ാം വാർഡ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലും കൂടെ 9, 10 വാർഡുകൾക്ക് നമുക്ക് DFOന്റെ അനുമതിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് CRZന്റെ അനുമതി കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തടസ്സം നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മറികടക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ DFOയുമായി സംസാരിച്ചിട്ടുണ്ട്. അവരതിൻ്റെ അനുമതി തരാൻ ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഈ 10 ലക്ഷം ജില്ലാ പഞ്ചായത്ത് ഒരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ പാവട്ടി ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി. പക്ഷെ അത് നമ്മുടെ ഭരണസമിതി അംഗീകരിച്ചിട്ടില്ല. കാരണം അത് പാവട്ടി പഞ്ചായത്തിന് ഉപകാരപ്പെടില്ല എന്ന് പറഞ്ഞ കാരണം അത് പാവട്ടി എല്ലാം നമ്മുടെ മെമ്പർമാർ ആരും അതിന് സഹകരിച്ചിട്ടില്ല. 5 ലക്ഷം 10 ലക്ഷം ഒരു അതിൽ കൂടെ വകയിരുത്തുകയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് വെള്ളം കയറുന്നത് സംബന്ധമായിട്ട് 2020 മാസ്റ്റർ പെറ്റീഷൻ പഞ്ചായത്തിന് കൊണ്ടുവന്നത്. ഇപ്പോഴാണ് DFO അനുമതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്.
വർഷം 4.5 കഴിഞ്ഞു. വാർഡ് മെമ്പർമാർക്കും അതിൽ ഇടപെടാം. വാർഡ് മെമ്പർമാർക്കും അതിൽ ഇടപെടാം. പ്രസിഡന്റ് മാത്രമല്ല, വാർഡ് മെമ്പർമാർക്കും അതിൽ ഇടപെടാം. സമയം അവസാനിക്കുകയാണ്. എന്തായാലും നേരത്തെ പ്രസിഡന്റ് പറയുണ്ടായി പാവർട്ടി നഗരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടൗണിനെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ കൊയ്തു, അവാർഡുകൾ കിട്ടിയെന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് പാവർട്ടിയുടെ വികസനം, അതായത് റോഡ് വികസനത്തിലടക്കം ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. ഈ MLA-മാർ നിരന്തരം മാറുമ്പോൾ പോലും അതിനൊന്നും ഒരു പരിഹാരമാകുന്നില്ല. നമ്മുടെ പാവർട്ടി സെന്റർ ഇതുപോലെ ആയിരുന്നില്ല. ഈ നമ്മൾക്ക് ഒരുവിധം വർക്ക് പൂർത്തീകരിച്ചെങ്കിലും കൂടെ ഗോവിന്ദപ്പള്ളിയുടെ അവിടുന്ന് കുറച്ചൊരു തടസ്സം ഉണ്ടായിരുന്നു. അത് അവർ 1.3 മീറ്റർ നമുക്ക് വിട്ട് നൽകിയിട്ടുണ്ട്. അത് വിട്ട് നമുക്ക് അതിൻ്റെ അവർക്ക് മതിലും കൂടെ കെട്ടിക്കൊടുക്കാന്നുള്ളതായിരുന്നു. അത് കാരണം റവന്യൂ അവർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നല്ല സ്ട്രീറ്റ് ലൈറ്റ് അടക്കം ഇത് പണി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതോ ഏറ്റവും നമുക്ക് ഒന്നും ചെയ്തില്ല പാവർട്ടി പഞ്ചായത്ത് ബിൽഡിംഗ് ഓഫീസ്. ശരി, ഞാൻ പറയാം. അംഗങ്ങൾ തന്നെ പറയുന്നത് ചെയ്തില്ല എന്നല്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഫലപ്രദമാകുന്നില്ല, പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് മാത്രമേ എല്ലാവരും കൂടെ പഞ്ചായത്ത് മാത്രം മീറ്റിംഗ് നടത്തുക, ഒരിക്കലും ഭരിക്കുന്ന പാർട്ടി നമുക്ക് അവർ തരുന്ന സപ്പോർട്ടോടുകൂടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. വാർഡ് മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കരാറുകാരുമായിക്കൊണ്ട് ഒരു മീറ്റിംഗ് പോലും സംഘടിപ്പിച്ചിട്ട് പിന്നെ മീറ്റിംഗ് വിളിക്കാതല്ല, കരാറുകാരെ വിളിച്ചിട്ടുണ്ട്, വാർഡ് മെമ്പർമാരെ അറിയിച്ചിട്ടുണ്ട്, ഭരണ മെമ്പർമാര് വന്ന് അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്സില് ഒരു അജണ്ട ഇങ്ങനെ വാർഡ് മെമ്പർമാരെ വിളിച്ചിട്ടുണ്ട്, കരാറുമായി സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലും രേഖ പഞ്ചായത്ത് പ്രസിഡന്റ് തെളിയിക്കാൻ പറ്റും. നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പഞ്ചായത്തെ സംബന്ധിച്ച് ധാരാളമായി പറയാനുണ്ടാവും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം പ്രതിനിധികളുടെ എണ്ണവും കൂടുതലായതുകൊണ്ട് തന്നെ സമയപരിമിതി ഉള്ളത് കൊണ്ടും നമുക്ക് പരിപാടികൾ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സമയവും പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം സഹകരിച്ച പ്രസിഡന്റ് ശ്രീമതി റെജീന, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ ഹബീബ്, മണികണ്ഠൻ, ഒപ്പം തന്നെ ജെറോം എന്നിവർക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പഞ്ചായത്തിലെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.